ഹായ്, JPL സിറ്റ് ഇംഗ്ലീഷിലേക്ക് സ്വാഗതം. ഇംഗ്ലീഷ് ഗ്രാമറിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടെൻസുകളെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. ടെൻസിലെ തന്നെ പ്രസന്റ് ടെൻസും പാസ്റ്റ് ടെൻസും ഉദാഹരണ സഹിതം വിശദമായി പഠിച്ചു കഴിഞ്ഞു അല്ലേ? ഇനി നമുക്ക് പഠിക്കാനുള്ളത് ഫ്യൂച്ചർ ടെൻസ് ആണ്. ഫ്യൂച്ചർ എന്താണ്? ഭാവി. ഭാവിയിൽ വരാൻ പോകുന്ന കാര്യങ്ങൾ, നടക്കാൻ പോകുന്ന കാര്യങ്ങൾ എങ്ങനെയാണ് ഇംഗ്ലീഷിലേക്ക് മാറ്റുക, എങ്ങനെയാണ് ഭാവി കാര്യങ്ങളും നമ്മുടെ സ്വപ്നങ്ങളും എല്ലാം ഇംഗ്ലീഷിൽ പറയുക എന്നുള്ളതാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നതിനും 4 വിഭാഗങ്ങളുണ്ട്. ഏതൊക്കെയാണ്? സിമ്പിൾ ഫ്യൂച്ചർ, ഫ്യൂച്ചർ കണ്ടിന്യൂസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് ടെൻസ്, ഫ്യൂച്ചർ പെർഫെക്റ്റ് കണ്ടിന്യൂസ് ടെൻസ്. ഇനി നടക്കാൻ പോകുന്ന ഒരു പ്രവൃത്തി, ഒരു ക്രിയ എങ്ങനെയാണ് പറയുക? അത് 4 തരത്തിൽ നമുക്ക് പറയാം. അതിലെ ഒന്നാമത്തെ രീതി ഏതാണെന്ന് നോക്കാം. ഒന്നാമത്തേത് സിമ്പിൾ ഫ്യൂച്ചർ ആണ്. സിമ്പിൾ ഫ്യൂച്ചർ എന്ന് പറയുന്നത് ഞാൻ അത് ചെയ്യും, അവിടെ പോകും, അവരെ കാണും, ഞാൻ അവർക്ക് ക്യാഷ് കൊടുക്കും, ഞാൻ നാളെ ഒരു സിനിമ കാണും, മറ്റന്നാൾ ഞാൻ ഡൽഹിയിലേക്ക് യാത്ര പോകും. ഇങ്ങനെ നടക്കാനിരിക്കുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന ടെൻസാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഇനി സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൻ്റെ ഘടന എന്താണെന്ന് നോക്കാം. സബ്ജക്റ്റ് പ്ലസ് വിൽ ഓർ ഷാൽ പ്ലസ് V1, അതായത് വെർബിൻ്റെ ഒന്നാമത്തെ രൂപം. ഇതിൽ വിൽ, ഷാൽ എന്നിവയാണ് ഒരു വാക്യത്തിലെ ഭാവിയെക്കുറിച്ച് പറയുന്ന ഭാഗം. നോക്കൂ, ഐ വിൽ ഗോ, ഞാൻ പോകും. ഐ വിൽ ഈറ്റ്, ഞാൻ തിന്നും, കഴിക്കും. ഐ വിൽ ട്രാവൽ, ഞാൻ യാത്ര ചെയ്യും. ഐ വിൽ ഡാൻസ്, ഞാൻ ഡാൻസ് ചെയ്യും. നോക്കൂ, ഇതെല്ലാം ഒരു ഊഹമാണ്. ഭാവിയിൽ നടക്കും എന്ന് നമ്മൾ ഊഹിക്കുന്ന കാര്യമാണ് അല്ലേ? ഈ ടെൻസിലെ പ്രധാനപ്പെട്ട ടൈം ഇൻഡിക്കേറ്റേഴ്സ് നിങ്ങൾക്ക് കേട്ടാൽ തന്നെ മനസ്സിലാവും. കാരണം ഭാവിയാണ് അല്ലേ, വരാൻ പോകുന്നതാണ്. അപ്പം എങ്ങനെയാവും? നാളെ അല്ലേ, ടുമോറോ, ഡേ ആഫ്റ്റർ ടുമോറോ, നെക്സ്റ്റ് വീക്ക്, നെക്സ്റ്റ് മന്ത്, നെക്സ്റ്റ് ഇയർ, സൂൺ, നിയർ ഫ്യൂച്ചർ, on my birthday, eventually, in the future, as soon as. ഇതെല്ലാമാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ ഉപയോഗിക്കുന്ന ടൈം ഇൻഡിക്കേറ്റേഴ്സ്. നോക്കൂ, അപ്പം നമ്മളെങ്ങനെ പറയും? ഇതെന്താണ്? ഭാവിയിൽ നടക്കാൻ പോകുന്നത്, ഊഹിച്ച് പറയുന്നതാണ്, യാഥാർത്ഥത്തിൽ ഉള്ളതല്ല അല്ലേ? എങ്കിലും നമ്മൾ പറയാറുണ്ട്, നാളെ ഞാൻ പോവും. ഇപ്പം ടിക്കറ്റൊക്കെ എടുത്തു വെച്ചു, എവിടെയെങ്കിലും യാത്ര പോവാൻ ടിക്കറ്റ് എല്ലാം എടുത്തു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പായിട്ടും പറയാം ഐ വിൽ ഗോ, ഓക്കെ, ഐ വിൽ ട്രാവൽ എന്നൊക്കെ പറയാൻ പറ്റും. എങ്കിലും ഇത് പ്രസൻറ്റിൽ അല്ലാത്തത് കൊണ്ട് മിക്കവാറും പ്രഡിക്ഷനായിട്ടാണ് വരിക. നമ്മളതിങ്ങനെ പറയുകയാണ്. ഇതിലുപയോഗിക്കുന്ന വിൽ, ഷാൽ എന്നീ ഓക്സിലറി വെർബുകൾ പഴയകാല ഇംഗ്ലീഷിൽ 2 രീതിയിലാണ് ഉപയോഗിച്ചിരുന്നത്. ഐ എന്ന സബ്ജക്റ്റിൻ്റെ കൂടെ എപ്പോഴും ഷാൽ മാത്രമേ ഉപയോഗിച്ചിരുന്നുള്ളൂ. അതായത് ഫസ്റ്റ് പേഴ്സൻ്റെ കൂടെ. സെക്കൻഡ് പേഴ്സണായ യു, തേർഡ് പേഴ്സൺ ഹി, ഷീ, ഇറ്റ് എന്നിവയുടെ കൂടെ മാത്രമേ വില്ല് യൂസ് ചെയ്തിരുന്നുള്ളൂ. എന്നാൽ ഇന്നത്തെ ഇംഗ്ലീഷിൽ, മോഡേൺ ഇംഗ്ലീഷിൽ മിക്കവാറും നമ്മൾ ഉപയോഗിക്കുന്ന ഫ്യൂച്ചർ ടെൻസുകളിൽ
ഷാലിനെ ഒഴിവാക്കിയിട്ടാണ് കാണുന്നത്. വില്ലാണ് എല്ലാ സബ്ജക്റ്റിൻ്റെയും കൂടെ ഉപയോഗിക്കുന്നത്. ഐ വിൽ, ഹി വിൽ, ഷീ വിൽ, യു വിൽ എന്നാണ് ഇന്നത്തെ കാലത്തെ ഇംഗ്ലീഷിൽ നമ്മൾ ഉപയോഗിക്കുക. ഓക്കെ, ഉദാഹരണങ്ങളിലേക്ക് നമുക്ക് പോകാം. ഈ വാക്യങ്ങൾ ശ്രദ്ധിക്കൂ. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ എങ്ങനെയാണ് വെർബ് വരേണ്ടത്? വിൽ പ്ലസ് V1 ആണ്. ഒന്നാമത്തെ വാക്യം നോക്കൂ. ഞാൻ നാളെ പാർക്കിൽ വെച്ച് നിന്നെ കാണും. കാണുക, കണ്ടുമുട്ടുക എന്നുള്ളതിൻ്റെ വെർബ് എന്താണ്? മീറ്റ് അല്ലേ? വിൽ മീറ്റ് എന്ന് വരണം. I will meet you tomorrow at the park. I will meet you tomorrow at the park. അവൾ നാളെ കഴിഞ്ഞ്, അതായത് മറ്റന്നാൾ, റിപ്പോർട്ട് അയക്കുമെന്നാണ് പറയുന്നത്. അയക്കും. അപ്പോൾ വിൽ സെൻഡ്. ഷീ വിൽ സെൻഡ് ദ റിപ്പോർട്ട് day after tomorrow. She will send the report day after tomorrow. അടുത്തത്, അവർ അവരുടെ ജോലി അടുത്ത ആഴ്ച ആരംഭിക്കും. ആരംഭിക്കുക, തുടങ്ങുക എന്നുള്ളതിന് സ്റ്റാർട്ട് അല്ലേ? അപ്പോൾ എങ്ങനെ വരും? വിൽ പ്ലസ് സ്റ്റാർട്ട് എന്ന് വരണം. They will start their work next week. They will start their work next week. അടുത്തത്, അവൻ അടുത്ത മാസം പുതിയ അപ്പാർട്ട്മെൻറ്റിലേക്ക് മാറും. താമസം മാറും. മാറുക എന്നുള്ളതിന് പറയുന്ന വേർഡ് അല്ലെങ്കിൽ വെർബ് മൂവ് എന്നാണ്. വിൽ മൂവ്. He will move to a new apartment next month. He will move to a new apartment next month. അടുത്ത വർഷം ഞങ്ങൾ ഡിഗ്രി നേടും, ബിരുദം നേടും. എങ്ങനെയാണ് പറയുക? We will graduate. We will graduate next year. We will graduate next year. അവൻ പെട്ടെന്ന് വരും, ഉടനെ വരും. നോക്കൂ, വരിക എന്നുള്ളതിന് കം. വിൽ കം. He will come soon. He will come soon. ഓക്കെ, നിന്നെ ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് വിളിക്കാം, പിന്നീട് വിളിക്കാം, അല്പം കഴിഞ്ഞ് വിളിക്കാം എന്നെങ്ങനെ പറയും? വിൽ കോൾ. I will call you later. Okay? I will call you later. അടുത്തത്, കമ്പനി ഭാവിയിൽ ബിസിനസ് കുറച്ചുകൂടി വികസിപ്പിക്കും, കുറച്ചുകൂടി നന്നാക്കും. അതെങ്ങനെയാണ് പറയുക? വികസിപ്പിക്കുക എന്നുള്ളതിന് എക്സ്പാൻഡ്. ദി കമ്പനി വിൽ എക്സ്പാൻഡ് ഇറ്റ്സ് ന്യൂ ബിസിനസ് ഇൻ ദ നിയർ ഫ്യൂച്ചർ. The company will expand its new business in the near future. എൻ്റെ പിറന്നാളിന് ഞാനൊരു വലിയ പാർട്ടി നടത്തും. പാർട്ടി നടത്തും. I will throw a big party on my birthday. I will throw a big party on my birthday. അവൾ ഒടുവിൽ ഒരു വലിയ നേതാവായി മാറും, അല്ലെങ്കിൽ അവൾ വലിയ ഒരു ഡോക്ടറായി മാറും എന്നൊക്കെ നമ്മൾ പറയില്ലേ? അതെങ്ങനെ പറയും? വിൽ. ഷീ വിൽ eventually become a great leader or a great doctor. ഇനി നമ്മൾ പറയാറുണ്ട്, മനുഷ്യൻ ചന്ദ്രനിലൊക്കെ പോയിട്ടുണ്ട്, അതും കഴിഞ്ഞ് ചൊവ്വയോ മറ്റ് ഗ്രഹങ്ങളിലൊക്കെ പോകാൻ സാധ്യതയുണ്ട് ഭാവിയിൽ. അതെങ്ങനെ പറയുക? ഹ്യൂമൻസ് വിൽ ട്രാവൽ ടു മാർസ്
ചൊവ്വയിൽ പോകും. എപ്പോഴാണ്? ഇൻ ദ ഫ്യൂച്ചർ. ഭാവിയിൽ മനുഷ്യർ ചൊവ്വയിലേക്ക് യാത്ര ചെയ്യും. അടുത്ത് നോക്കൂ, അവൻ എത്തിയാൽ ഉടനെ തന്നെ നിന്നെ വിളിക്കും. എങ്ങനെ പറയാ? ഹി വിൽ കോൾ യു as soon as he reaches home. He will call you as soon as he reaches home. Okay. സിമ്പിൾ ഫ്യൂച്ചർ ടെൻസിൽ നെഗറ്റീവ് സെൻറ്റൻസുകൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നെഗറ്റീവ് സെൻറ്റൻസ് ഉണ്ടാക്കാൻ വളരെ എളുപ്പമാണ്. കാരണം വിൽ ഓർ ഷാൽ എന്നീ സഹായക ക്രിയകളോടുകൂടി നോട്ട് ചേർത്താൽ മാത്രം മതി. വളരെ സിമ്പിളാണ്. ഉദാഹരണങ്ങൾ നോക്കൂ. ഐ വിൽ നോട്ട് മീറ്റ് ഹെർ ടുമോറോ. ഐ വിൽ നോട്ട് എന്നുള്ളത് നമുക്ക് ഐ വോണ്ട് എന്ന് ചുരുക്കി പറയാം. ഐ വോണ്ട് മീറ്റ് ഹെർ ടുമോറോ. അടുത്തത്, ഷീ വിൽ നോട്ട് സെൻഡ് നെക്സ്റ്റ് ഡേ. അതെങ്ങനെയാണ് ചുരുക്കി പറയുക? ഷീ വോണ്ട് സെൻഡ് നെക്സ്റ്റ് ഡേ. ഷീ വോണ്ട് സെൻഡ് നെക്സ്റ്റ് ഡേ. അടുത്ത വാക്യം, they will not travel next week. അതിനെ ചുരുക്കിക്കൊണ്ട് they won't travel next week എന്ന് പറയാം. they won't travel next week. അടുത്തത്, he will not cry. he won't cry. he won't cry. ഓക്കെ, ഇപ്പോൾ നമ്മൾ സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ് വളരെ സിമ്പിളായി പഠിച്ചു കഴിഞ്ഞു. ഒരു ബുദ്ധിമുട്ടുമില്ല. വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ഒരു ടെൻസാണ് സിമ്പിൾ ഫ്യൂച്ചർ ടെൻസ്. ഇനി അടുത്ത ഒരു ക്ലാസ്സിൽ വെച്ച് ഫ്യൂച്ചർ ടെൻസിൻ്റെ അടുത്ത ഭാഗമായ ഫ്യൂച്ചർ കണ്ടിന്യൂസ് നമുക്ക് പഠിക്കാം. ഓക്കെ, ബൈ.